വിശ്വാസം അതല്ലേ എല്ലാം. എന്നാൽ വിശ്വാസവഞ്ചന കാണിച്ചാലോ? വിശ്വാസവഞ്ചന കാണിച്ച തൻ്റെ ഭർത്താവിൻ്റെ സ്വകാര്യ ഭാഗത്തേക്ക് ചൂടുള്ള എണ്ണ ഒഴിച്ചിരിക്കുകയാണ് പെരുമ്പാവൂരിലെ ഒരു യുവതി. നമുക്ക് എന്തായാലും ആ വാർത്തയൊന്ന് കണ്ടിട്ട് വരാം. കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യ ഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണയൊഴിച്ചു. ഗുരുതരമായി പൊള്ളയേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ICUവിൽ ചികിത്സയിലാണ്. ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം. റിയ ബേബി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയ, പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? പെരുമ്പാവൂരിൽ 2 ദിവസം മുമ്പ്, അതായത് ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശിക്ക് ഗുരുതരമായ പൊള്ളലുകൾ ഏറ്റിട്ടുണ്ട്. അതായത് ഇയാളുടെ ഫോണിൽ മുമ്പ് ബന്ധത്തിലായിരുന്ന ഒരു സ്ത്രീയുടെ ചിത്രങ്ങളും ചില ചാറ്റുകളും ഭാര്യ കാണുന്നു. അത് സംബന്ധിച്ച് ഉണ്ടായ തർക്കം. അതിനുശേഷമാണ് വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ വെള്ളവും തിളപ്പിച്ച് അത് മിക്സ് ചെയ്ത് ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്തുൾപ്പെടെ ഒഴിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ പെരുമ്പാവൂർ സ്വദേശി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ഒരു വാർത്ത നമ്മളെ ഏവരെയും വല്ലാതെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. കാരണം വിശ്വാസവഞ്ചന ചെയ്യുന്നവർ ഇന്ന് ആണുങ്ങളിലായാലും പെണ്ണുങ്ങളിലായാലും പൊതുവെ കണ്ടുവരുന്നുണ്ടല്ലേ. ഒരു തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളും ഇന്ന് ആരിലും നമ്മൾ കണ്ടുവരുന്നില്ല. ഇപ്പം ഇവിടെ ആണുങ്ങളാണ് തെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ് തെറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കാറ്റഗറിയെ മാത്രം വേർതിരിച്ച് കാണാൻ പറ്റില്ല. മനുഷ്യന്മാർക്കിടയിൽ നല്ലതും പൊട്ടയും ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പെണ്ണുങ്ങളെ മാത്രം അല്ലെങ്കിൽ ആണുങ്ങളെ മാത്രം കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പം ഇവിടെ ഈ പെൺകുട്ടിക്ക് ഇത്രയധികം ദേഷ്യം വരാൻ എന്തായിരിക്കും കാരണം ഉണ്ടാവുക? ഒരു പക്ഷേ കുറേ അധികം ഈ പെൺകുട്ടി ക്ഷമിച്ചു കാണും, ഭർത്താവിനെ തിരുത്താൻ ശ്രമിച്ചു കാണും. എന്നിട്ടും തിരുത്താതായപ്പോൾ, ക്ഷമ കെട്ടപ്പോൾ, സഹി കെട്ടപ്പോൾ ഒരു പക്ഷെ ചെയ്തതാവാം. ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണല്ലേ, ഫോണിന് അഡിക്റ്റാണ് എല്ലാവരും. ഈ ഫോണിലൂടെ ഇപ്പോൾ പണ്ടത്തെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളും തുടങ്ങിയിട്ടുണ്ടല്ലോ. 10ാം ക്ലാസ്സിലെ വാട്സാപ്പ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ +2ലെ വാട്സാപ്പ് ഗ്രൂപ്പ്, അങ്ങനെ പലരും ഈ ഒരു വാട്സാപ്പ് ചാറ്റുകളിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് ഇതിനൊക്കെ ആണുങ്ങളെക്കാളും സമയക്കുറവായിരിക്കും. കാരണം അവർക്ക് വീട്ടുപണികളുണ്ട്, മക്കളെ നോക്കണം, അങ്ങനെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾക്ക് ഇതിനൊക്കെ സമയം കിട്ടുക. പക്ഷെ ആണുങ്ങളെന്ന് വെച്ചാൽ ചിലപ്പോൾ ഫുൾ ടൈം ഫോണിൽ തന്നെ നോക്കിയിരിക്കും. അപ്പോൾ തങ്ങളെ കുടുംബ ജോലികളിൽ സഹായിക്കാതെ അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാനൊന്നും സഹായിക്കാതെ ഈ പഴയ കാമുകിമാരോട് ചാറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും ദേഷ്യം വരുന്ന ഒരു കാര്യമാണല്ലേ. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ഇത് ദേഷ്യം വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഏതെങ്കിലും സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ കുടുംബത്തോടൊപ്പം സമയം പങ്കിടാനും സമയം ചെലവഴിക്കാനും സമയം കണ്ടെത്തണം. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ സഹായിക്കാൻ വരുമോ? ഭർത്താക്കന്മാരെ നോക്കാൻ വരുമോ? ഇല്ല. ഇതൊക്കെ താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടി മാത്രമാണ്, ഒരു സമയം പോക്ക് എന്നുള്ള നിലയ്ക്കാണ്. അപ്പം എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഭാര്യയ്ക്ക് ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയും മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നിങ്ങൾ ഈ സമയം കണ്ടെത്തേണ്ടത്, സമയം ചെലവഴിക്കേണ്ടത് തങ്ങളുടെ കുടുംബത്തോടൊപ്പമാണ്. അല്ലാതെ ഈ പണ്ടത്തെ പ്രണയം അങ്ങനെയൊക്കെ പറഞ്ഞ് സമയം കണ്ടെത്തുന്നത് വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം പറഞ്ഞാലും ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇവിടെ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു പക്ഷേ നിയമത്തിൽ നിന്ന് ശിക്ഷ ലഭിച്ചേക്കാം. പക്ഷെ ധാർമ്മികമായി ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ചെയ്തതിൽ തെറ്റൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് ക്ഷമിച്ച് കാണുമല്ലേ. തങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ, തങ്ങളുടെ ഭർത്താവ് തങ്ങളോട് സംസാരിക്കാതെ മറ്റൊരു സ്ത്രീയുമായി സംവദിക്കുന്നത് കാണുമ്പോൾ ഏതൊരു സ്ത്രീക്കായാലും ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സഹികെട്ട സമയത്ത് ആ പെൺകുട്ടി ചെയ്തതായിരിക്കാം. എന്ത് തന്നെയായാലും ഇതിനൊന്നും വേറൊരു ശിക്ഷയില്ല. വേറെ എന്ത് ശിക്ഷയാണ്? നിയമത്തിൽ നിന്ന് വിശ്വാസവഞ്ചനയ്ക്ക് ഈ പെൺകുട്ടിക്ക് ഒരു നീതി കിട്ടുമോ? നീതി കിട്ടാൻ വേണ്ടി എത്ര കാലം നടക്കണം? അപ്പോൾ ചില ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അക്രമത്തിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയല്ല. പക്ഷേ എങ്കിലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഈ രീതിയിൽ പ്രതികരിക്കാനാണ് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്